Boche Gold and Diamonds. Buy now, pay later. ഷൊർണൂർ റോട്ടറി ക്ലബ് ഷൊർണൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. ഇവിടെ ബഹുമാന്യനായ ഡോക്ടർ മുന്നോട്ട് വെച്ച പുതിയ ആശയങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് പല പ്രവർത്തനങ്ങളും മുന്നോട്ട് പോയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഭാരതപ്പുഴ സംരക്ഷണത്തിന് വേണ്ടി, പ്രത്യേകിച്ച് നമ്മുടെ നദീ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ലഭിക്കുന്ന ഫണ്ടിലൊരു ഭാഗം ഭാരതപ്പുഴകളെ അല്ലെങ്കിൽ നമ്മുടെ പുഴകളെ സംരക്ഷിക്കുന്നതിന്, പുഴയോരങ്ങളെ ആകർഷകമാക്കുന്നതിന് വേണ്ടി നമ്മുടെ സർക്കാർ നീക്കിവെച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ശ്മശാനം നവീകരിക്കുക എന്നുള്ള ഒരാശയമാണ് മുന്നോട്ട് വെച്ചത്. തീർച്ചയായും അത് പരിഗണിക്കേണ്ടതാണ്, പരിഗണിക്കപ്പെടാവുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ കൊച്ചി പാലം ഇത് നമ്മുടെ ഒരു പൈതൃകമല്ലേ? ഇതുവരെ ആരും അതിനെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. ഞാനിവിടെ സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം ഈ നിയോജകമണ്ഡലത്തിൽ സഞ്ചരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഏറ്റവും അവികസിതമായ മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അത് ഷൊർണൂരാണെന്ന് നമുക്ക് പറയേണ്ടി വരും. റോഡുകളുടെ കാര്യമാണെങ്കിലും ഏത് കാര്യമെടുത്താലും ഇത്രയേറെ വൈവിധ്യമുള്ള ഒരു മണ്ഡലം ഒരുപക്ഷെ ഇതുപോലെ വേറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കൊച്ചി പാലത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അതിന് വലിയ ചരിത്ര പാരമ്പര്യമുണ്ട്. ഇവരൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ പ്രകടന പത്രിക ഇന്ന് രാവിലെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഷൊർണൂർ റെയിൽവേ ജംഗ്ഷൻ ട്രയാങ്കിൾ സ്റ്റേഷനാക്കുന്ന കാര്യമുണ്ട്. ഗതാഗതത്തിൻ്റെ കാര്യം, ഭാരതപ്പുഴ കുറ്റിപ്പുറം തീരദേശ റോഡ് സാക്ഷാത്കരിക്കൽ, തകർന്നു കിടക്കുന്ന മുഴുവൻ റോഡുകളും ഒരു വർഷത്തിനുള്ളിൽ പുനർനിർമ്മിക്കൽ, ഒരു വർഷത്തിനുള്ളിൽ മണ്ഡലത്തിലെ ഗ്രാമീണ മൺപാതകൾ ടാറിംഗ് കോൺക്രീറ്റ് റോഡുകളാക്കാൻ ഗ്രാമീണ സടക് പാതകൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു ഷൊർണൂരിനെ ആയുർവേദ ഹബ്ബാക്കണമെന്ന്. ഞങ്ങളുടെ പ്രകടന പത്രികയിലെ 6ാമത്തെ പോയിന്റ് ആരോഗ്യരംഗം ഷൊർണൂരിനെ ആയുർവേദ ഹബ്ബാക്കി മാറ്റും എന്നതാണ്. അദ്ദേഹം വിവേകാനന്ദ സ്മാരകത്തിൻ്റെ കാര്യം സൂചിപ്പിക്കുകയുണ്ടായിരുന്നു. പ്രകടന പത്രികയുടെ 1ാമത്തെ പോയിന്റിൽ തന്നെ ഷൊർണൂർ റെയിൽവേ ജംഗ്ഷൻ നമ്മൾ സ്വാമി വിവേകാനന്ദൻ്റെ പേരിൽ ഉചിതമായിട്ടുള്ള സ്മാരകം, വിവേകാനന്ദ സ്വാമികൾ കാലുകുത്തിയിട്ടുള്ള പ്രദേശമാണ് അദ്ദേഹം കേരളം സന്ദർശിക്കുന്ന ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയിട്ടാണ് എന്നുള്ള പ്രബലമായിട്ടുള്ളൊരു ലെജൻഡാണല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പേര് കൊടുക്കും എന്ന് ഞങ്ങൾ പറയുന്നുണ്ട്. റോട്ടറി പ്രസിഡന്റ് ഫ്രാൻസിസ്കോ അരീസോ, ഡിസ്ട്രിക്ട് ഗവർണർ ചെല്ല കെ രാഘവേന്ദ്ര, ഡോക്ടർ RC കൃഷ്ണകുമാർ, ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട്, ഡോക്ടർ P ജിഷ പ്രകാശ്, N പുഷ്പരാജ് എന്നിവർ പങ്കെടുത്തു. മണ്ഡലത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെക്കുറിച്ച് സ്ഥാനാർത്ഥികൾ സംസാരിച്ചു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.